കോട്ടയം മണിമലയിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി കാർ ഓടിച്ചത് അമിത വേഗത്തിലെന്ന് ദൃക്സാക്ഷി. വളവിൽ ബ്രേക്ക് ചെയ്തപ്പോൾ വണ്ടി 3-4 തവണ വട്ടം കറങ്ങി. വണ്ടി പാളിപ്പോയെന്ന് ജോസ് കെ മാണിയുടെ മകൻ തന്നെ പറഞ്ഞതായി ദൃക്സാക്ഷി ജോമൻ പറയുന്നു. ഞാൻ കണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പള്ളിയിലെ കഴിഞ്ഞിട്ട് അവിടെ കോഴിക്കടയാണ്. ആ കോഴിക്കടയിൽ ഞങ്ങൾ കോഴി വാങ്ങിക്കാൻ പോയപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വണ്ടി ഇങ്ങോട്ട് പോകുന്നത്. ഈ വണ്ടി പോയി ഇവിടെ ആയപ്പോഴത്തേന് ഈ വണ്ടി ഒന്ന് ഇങ്ങനെ പാളി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഈ വണ്ടി വട്ടം കറങ്ങി ആ പോസ്റ്റിൻ്റെ അവിടെ വരെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി അവിടെ വരെ പോയി. ഈ വട്ടം കറങ്ങുന്നതിന് ആ സമയത്താണ് ഈ പിള്ളേർ അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇടിച്ച് ഈ പിള്ളേർ ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും കിടക്കുകയായിരുന്നു. എന്നിട്ട് അപ്പോഴത്തെ ഞങ്ങൾ അവിടെ വന്ന് ആ കാറ് മറ്റേ ഇന്നോവയുടെ ആരാ ഓടിച്ചതെന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കിന് ഒരു കൊച്ചു പയ്യനാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ പാളിപ്പോയി, വണ്ടി സ്ലിപ്പായിപ്പോയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോനെ ഇത് മഴ പെയ്ത് കിടക്കുന്നതല്ല, ഇത്രയും സ്പീഡിൽ ആണോ വണ്ടി ഓടിക്കുന്നത്, ഇത് കണ്ട് ഇവർ ഇത്ര ഇതായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിന് മറ്റേ ജോസ് കെ മാണിയുടെ മോൻ്റെ അളിയൻ്റെ അപ്പൻ ഇവിടെ വന്നായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനെ പറഞ്ഞു, ഇത് നമ്മുടെ കുര്യൻ്റെ അളിയനാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജോസ് കെ മാണിയുടെ മോനാണെന്ന്. പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അന്നേരം ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേരും അന്നേരം തന്നെ ബോധം പോയിട്ട് ഒരു കൈയും കാലും മുഴുവൻ ഒടിഞ്ഞു പോയി. എല്ലാം തൂങ്ങി കിടക്കുമായിരുന്നു. എടുത്തിട്ട് ഒന്ന് എല്ലാം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അമിതവേഗമാണ്, നല്ല സ്പീഡിലായിരുന്നു. അത് ചവിട്ടിയിട്ട് കിട്ടിയില്ല. അത് അതായത് ആ വണ്ടി ചവിട്ടി വട്ടം കറങ്ങി അവിടം വരെ 3 വട്ടം കറങ്ങി 4 വട്ടം കറങ്ങി അവിടെ വരെ ഇത്രയും ദൂരം പോയി വട്ടം കറങ്ങി വെറും കള്ളത്തരവാണ്. അതായത് മറ്റേ ആ വണ്ടി ഇന്നോവ അവിടുന്ന് മേളിൽ നിന്ന് വരുമായിരുന്നു, മറ്റേ ബൈക്ക് അവിടുന്ന് വരുമായിരുന്നു. അവർ എങ്ങാണ്ട് അവരുടെ കറുകച്ചാലിനെങ്ങാണ്ട് അവരുടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോയിട്ട് അവർ തന്നെ ഈ അരിയൊക്കെ അവിടുന്ന് അവരുടെ വീട്ടുകാർ കൊടുത്തു വിട്ടാണ്. അവിടുന്ന് അത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഈ വണ്ടി ഈ സ്പീഡിലാണ് വട്ടം കറങ്ങി അടിച്ച് അവരെ കളയുമായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ അട്ടിമറിയാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആദ്യ എഫ്ഐആറിൽ പോലീസ് ജോസ് കെ മാണിയുടെ പേര് ഒഴിവാക്കി എന്നാണ് ആക്ഷേപം. ശനിയാഴ്ചയാണ് മണിമലയിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചത്. ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഈ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ചാണ് എങ്കിൽ അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് പോലീസ് ആദ്യത്തെ എഫ്ഐആറിൽ നിന്നടക്കം പേര് നീക്കം ചെയ്തിരുന്നു എന്ന് പറയുന്നു. ജോസ് കെ മാണിയുടെ മകനാണ് ഈ വാഹനം പാളിപ്പോയി എന്ന് ദൃക്സാക്ഷികളോട് പറയുന്നത് എന്ന് പറയുന്നു. ഈ വാഹനം ഓടിച്ചിരുന്നതും ഇയാൾ തന്നെയാണോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ഈ മറ്റൊരാളാണ് ഓടിച്ചിരുന്നത് എന്ന് പറയുന്നു എന്നതുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ആ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് തന്നെയാണ് വിട്ടിരിക്കുന്നത്. ഇത് ആദ്യം തയ്യാറാക്കിയ എഫ്ഐആർ ആണ്. ഇതിലാണ് 45 വയസ്സുള്ള ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്ന് വളരെ കൃത്യമായി ഈ വാഹന നമ്പർ അടക്കം രജിസ്റ്റർ ചെയ്തുകൊണ്ട് പറയുകയും ചെയ്തിട്ടുള്ളത്. അതായത് ദൃക്സാക്ഷി പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കേസ് അട്ടിമറിക്കാൻ വലിയ ഗൗരവമേറിയ ഒരു ശ്രമം ഉണ്ടായി എന്നതിന്റെ വളരെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വരുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇയാളുടെ രക്തസാമ്പിളും എടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ ഒരു അപകടം ഉണ്ടായാൽ ആദ്യം പോലീസ് ചെയ്യുന്നത് രക്തസാമ്പിൾ എടുക്കുകയൊക്കെയാണ്. അതിൽ കേസ് ഏതെങ്കിലും തരത്തിൽ മദ്യമോ മറ്റ് ലഹരിയോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ഡ്രൈവർ എന്നറിയാൻ എല്ലാ കേസുകളിലും എടുക്കുന്നതാണ്, സാധാരണക്കാരുടെ ഒക്കെ കേസിൽ എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നില്ല. നമുക്കറിയാം ശ്രീറാം വെങ്കിട്ടറാമിന്റെ കേസിലും സമാനമായ രീതിയിൽ ഈ ആദ്യം മദ്യം കഴിച്ചിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടെങ്കിൽ പോലും പരിശോധനയ്ക്ക് തയ്യാറായിരുന്നില്ല എന്നൊരു സംഭവം കൂടി പിന്നിൽ നിൽപ്പുണ്ട്. സമാനമായി പോലീസ് ഇവിടെയും അട്ടിമറിക്കുന്നു സാധാരണക്കാരായ 2 മനുഷ്യരുടെ കാര്യത്തിൽ എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഈ വാഹനം ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വിവരം അനുസരിച്ച് വാഹനത്തിന്റെ പിന്നിലാണ് ഇടിച്ചതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ പിന്നിൽ വാഹനം ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ വാഹനം അമിത വേഗത്തിൽ വരികയും അവിടെ മഴയുണ്ടായിരുന്നു, ബ്രേക്ക് ചവിട്ടുകയും 3-4 തവണ കരണം മറിഞ്ഞ് തിരിഞ്ഞാണ് കരണം മറിഞ്ഞിട്ടില്ല, തിരിഞ്ഞ് അവിടേക്ക് എത്തി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ്
എതിർ ദിശയിൽ ആയിരുന്നു 2 വാഹനങ്ങളും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ എതിർ ദിശയിൽ വന്ന സ്കൂട്ടർ ഈ വാഹനത്തിൽ ഇടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ജോസ് കെ മാണിയുടെ മകന്റെ അമിത വേഗം, ഒപ്പം തന്നെ അശ്രദ്ധമായ വാഹനമോടിക്കൽ, ഇതെല്ലാം തന്നെയാണ്. എന്തായാലും മിനിങ്ങാന്ന് രാത്രി ഇവർ രണ്ടുപേരും മരിക്കുന്നു, ജിസ് ഉൾപ്പെടെ മരിക്കുന്നു. തൊട്ടടുത്ത ദിവസം ഇന്നലെ പക്ഷേ പോലീസ് ജോസ് കെ മാണിയുടെ മകനെതിരെ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രക്തസാമ്പിളുകൾ അടക്കം എടുക്കുന്ന കാര്യത്തിൽ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. മണിമലയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അന്ന് രാത്രി ഏതാണ്ട് വൈകാതെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരുവരെയും എത്തിച്ചിരുന്നു. പക്ഷെ അന്ന് രാത്രി 1 മണിയോടെ ഇരുവരും മരിക്കുകയായിരുന്നു. ശ്രീജിത്ത്, തീർച്ചയായും ഇപ്പോൾ അപകടം എന്നത് സ്വാഭാവികമായി സംഭവിക്കാം. മഴ പെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വാഹനം പാളിപ്പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ ദൃക്സാക്ഷി പറയുന്നത് അത്തരത്തിലല്ല. വാഹനം അമിത വേഗതയിലായിരുന്നു. വാഹനം ബ്രേക്ക് ചവിട്ടിയപ്പോൾ 3 4 തവണ അത് റോട്ടിൽ തന്നെ വട്ടം കറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അത് അമിത വേഗത്തിലാകണം. ഒപ്പം ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രൈവർ, അത് ഓടിച്ചിരുന്ന ആൾ ആര് തന്നെയായാലും അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ രക്തപരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? സ്വാഭാവികമായും ചില അനുമാനങ്ങൾ മാത്രമേ എത്താൻ കഴിയുള്ളൂ. ഇതൊരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകനാണ്. ഇടതുമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാന്റെ മകനാണ്, ജോസ് കെ മാണിയുടെ മകനാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അവിടെ നിൽക്കുന്നു. സംശയം ആ വഴിക്ക് തന്നെ പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് തൽക്കാലത്തേക്ക് മറ്റ് നിഗമനങ്ങളിലേക്ക് ഒന്നും പോകാനുള്ള യുക്തി ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. എടുത്തു പറയേണ്ടത്, ഈ പോലീസ് ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ഈ അപകട സ്ഥലത്ത് എത്തുകയും ജോസ് കെ മാണിയുടെ മകൻ തന്നെയാണ് ഇത് ഓടിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് എങ്ങനെയോ ഒരു 45 വയസ്സുകാരൻ, ഈ 18 വയസ്സുകാരനോ 19 വയസ്സുകാരനോ 20 വയസ്സുകാരനോ എന്ന് എഴുതിയാൽ വേണമെങ്കിൽ മനസ്സിലാക്കാം അത് അങ്ങനെയൊക്കെ സംഭവിച്ചതായിരിക്കും. ചിലപ്പോൾ പേര് അറിഞ്ഞിട്ടുണ്ടാകില്ല, ജോസ് കെ മാണിയുടെ മകനാണെന്ന് അറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷെ പെട്ടെന്ന് എങ്ങനെ ഒരു 45 വയസ്സുകാരൻ എന്ന കഥ FIR-ൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഇതിൽ അട്ടിമറിയുടെ വളരെ കൃത്യമായ സൂചന. അതായത് ശ്രീജിത്ത്, ഈ ദൃക്സാക്ഷികൾ പറയുമ്പോൾ ഈ വാഹനത്തിൽ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നത്? ആ നിലയിലാണോ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്? തീർച്ചയായും വാഹനത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു. എന്തായാലും ജോസ് കെ മാണിയുടെ മകനുണ്ടായിരുന്നു. അയാളാണ് വാഹനം ഓടിച്ചതെന്നാണ് ദൃക്സാക്ഷിയായ ജോമോൻ വളരെ കൃത്യമായി പറയുന്നത്. മാത്രമല്ല ഇയാൾ തന്നെ പറയുകയും ചെയ്തു, ഈ വാഹനം അല്പം പാളിപ്പോയതാണ് എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ജോസ് കെ മാണിയുടെ മകനാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് ഈ ജോസ് കെ മാണിയുടെ മകളുടെ ഭർത്താവിന്റെ അച്ഛൻ സംഭവ സ്ഥലത്ത് ഉടനെത്തി. അവിടെ വെച്ച് അയാളാണ് പറഞ്ഞത് ഇത് ഇന്ന ആളാണ് എന്ന് ഈ ദൃക്സാക്ഷിയോട് പറയുകയും അപ്പോഴാണ് അവർക്ക് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതെന്ന് ഈ ദൃക്സാക്ഷിയായ ജോമോൻ നമ്മുടെ ഈ പ്രതികരണത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ വളരെ സ്വാഭാവികമായി ഈ അപകടം കണ്ടൊരു ദൃക്സാക്ഷിയുടെ പ്രതികരണം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഇപ്പുറത്തെ FIR അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെയും തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അഭിലാഷ്, ഒപ്പം ഈ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിവരശേഖരണം നടത്താറുണ്ട്. പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ വാഹനം കടന്നു പോകുമ്പോൾ ആരാണ് ഓടിച്ചിരുന്നത് എന്നൊക്കെ അറിയാൻ സാധിക്കും. അത്തരമൊരു നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ലേ? പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അനൌദ്യോഗിക വിവരമാണ് നമുക്കുള്ളത്. പോലീസ് അത് ഔദ്യോഗികമായി അങ്ങനെ ഒരു കാര്യം കൃത്യമായി പറയുന്നില്ല. പക്ഷെ അപകട സ്ഥലത്തല്ല, അപകട സ്ഥലത്തിന്റെ 100 മീറ്റർ അകലെയുള്ള സ്ഥലത്ത് ഈ ഒരു CCTV ദൃശ്യം ഉണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അവിടെ ചെന്ന് ആ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ CCTV ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല, ഇടിവെട്ടലിൽ അത് കേടായിപ്പോയി എന്ന വിവരമാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും തുടക്കം ഈ 45-കാരൻ എന്ന അട്ടിമറിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും ഇനി സംശയമുണ്ട സാഹചര്യങ്ങളാണുള്ളത്. ദുരൂഹമായ സാഹചര്യം തന്നെയാണുള്ളത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഇത് ഏറ്റവും ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഇത് ഒരു കേസ് എന്ന നിലയിൽ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. പിന്നീട് ഒരുപക്ഷെ അവർക്ക് സ്വാഭാവികമായും ദൃക്സാക്ഷികളുള്ള കേസൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇയാളുടെ മകനിലേക്ക് തന്നെ KM മാണി ജൂനിയറിന്റെ പേരിൽ തന്നെ FIR പിന്നീട് രേഖപ്പെടുത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മണിമല പോലീസാണ് ഈ കേസിൽ അന്വേഷണം ആദ്യഘട്ടം മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു ഗുരുതര വീഴ്ച
വീഴ്ചയോ അല്ലെങ്കിൽ അവർ നേരിട്ട് ചെയ്തതാകണം എന്നില്ല, ഉന്നത ഉദ്യോഗസ്ഥരുടെയോ തീർച്ചയായും ജോസ് കെ മാണിയുടെ മകൻ സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്.